ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ മമ്മാസ് യൂട്യൂബ് ചാനൽ. അതെ, ഇന്ന് മമ്മേൻ്റെ യൂട്യൂബ് ചാനലിൽ ഞാനാണ് എൻ്റെ ഡേ ഇൻ മൈ ലൈഫാണ് നിങ്ങൾ കാണാൻ പോകുന്നത്. അപ്പം നിങ്ങളെല്ലാവരും എക്സൈറ്റഡ് ആണോ? ഞാൻ ആദ്യമായിട്ടാണ് ഒരു ഡേ ഇൻ മൈ ലൈഫൊക്കെ ചെയ്യുന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് ഞാൻ വിചാരിക്കുന്നു. സോ എൻ്റെ ഡേ സ്റ്റാർട്ട് ചെയ്യുന്നത് അങ്ങനെ കൃത്യസമയമൊന്നുമില്ല കേട്ടോ. എനിക്ക് തോന്നുമ്പോൾ എണീക്കും, തോന്നുമ്പോൾ ഉറങ്ങും, അങ്ങനെയാണ്. എന്തായാലും മമ്മ അവിടെ കിടന്ന് ഉറങ്ങുന്നുണ്ട്. ആൻഡ് എനിക്ക് ഒറ്റയ്ക്ക് കിടന്നുറങ്ങാനാണ് ഇഷ്ടം. ബിക്കോസ് ഐ ലവ് മൈ പ്രൈവസി, ഓക്കെ. അപ്പോൾ രാവിലെ ഒരു 9-9:30 സാധാരണ ഞാൻ എണീക്കാറ്. എന്തായാലും എണീറ്റ് കഴിഞ്ഞാൽ എനിക്ക് ഡേ സ്റ്റാർട്ട് ചെയ്യാൻ ഇഷ്ടം എങ്ങനെയാണെന്നറിയോ? ഒരു ബിഗ് സ്മൈലോട് കൂടിയാണ്. കണ്ടില്ലേ, എൻ്റെ മുഖത്തെ ആ സ്മൈല് കാണുമ്പോൾ ഡാഡയ്ക്കും മമ്മയ്ക്കും ഭയങ്കര സന്തോഷമാണ് കേട്ടോ. അപ്പോൾ അവിടെ ഏന്തി വലിഞ്ഞ് നോക്കുന്നുണ്ട് എൻ്റെ ഡാഡി. എന്തായാലും ഞാൻ കൂടുതലങ്ങ് മൈൻഡ് ചെയ്യുന്നില്ല. ഞാൻ അങ്ങ് ചിരിച്ച് ഹാപ്പി ആയിട്ടാണ് എൻ്റെ ഡേ സ്റ്റാർട്ട് ചെയ്യുന്നത്. നിങ്ങളും എല്ലാ ദിവസവും എണീക്കുമ്പോൾ ഒരു ബിഗ് സ്മൈൽ ആൻഡ് ഹാപ്പി ഫേസോട് കൂടി എണീറ്റ് കഴിഞ്ഞാൽ ഡേ അടിപൊളിയായിട്ട് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും കേട്ടോ. അത് കഴിഞ്ഞാൽ ഞങ്ങൾ കുറച്ച് ഡേ പ്ലാനിങ് ആണ്. പപ്പേൻ്റെ കൂടെ ഇരുന്ന് കുറച്ച് ഡേ പ്ലാൻ ചെയ്യും. ഞാൻ കൂടുതലൊന്നും പറയാറില്ല, എന്നാൽ പോലും മൂപ്പരുടെ കാര്യങ്ങളൊക്കെ കുറച്ച് ഞാൻ ഇരുന്ന് കേൾക്കും. എനിവേസ്, ഞങ്ങളുടെ ചെറിയൊരു കുശലം പറച്ചിലിൻ്റെ സമയമാണിത്. മമ്മ അവിടുന്ന് എൻ്റെ വീഡിയോസൊക്കെ എടുക്കുന്നുണ്ട് കേട്ടോ. അതിൻ്റെ ശേഷം എനിക്ക് ഇഷ്ടമല്ലാത്തൊരു കാര്യമുണ്ട്. എന്താണെന്നറിയോ? ഞാൻ ഈ ഒരു ഹഗ്ഗിൻ്റെ ശേഷം പറഞ്ഞുതരാം. പപ്പയ്ക്ക് എന്നെ ഹഗ് ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ്. ഇടയ്ക്കിടയ്ക്ക് എന്നെ വന്ന് ഹഗ് ചെയ്യും. പക്ഷെ എനിക്ക് ഇഷ്ടമല്ലാത്ത ആ കാര്യം എന്താണെന്നറിയോ? ഇപ്പം അമ്മ കാണിച്ചു തരും, കണ്ടോ? വൈറ്റമിൻ ഡി. എനിക്കിത് ഡെയിലി കഴിക്കണം. സംഭവം ഹെൽത്തിന് അടിപൊളിയാണെങ്കിലും എനിക്കതിൻ്റെ ആ ടേസ്റ്റ് അത്ര ഇഷ്ടമല്ല. എന്നാലും മമ്മ തരുന്നതുകൊണ്ട് ഞാനങ്ങ് കഴിക്കും. അപ്പോൾ അതിൻ്റെ ഒരു മ്ലാനതയാണ് എൻ്റെ മുഖത്ത് കാണുന്നത്. എനിവേസ്, അവിടെ നിന്ന് എണീപ്പിച്ച് മമ്മേൻ്റെ കൂടെ ഞാൻ താഴെ പോവാണ്. അതിന് മുന്നേ ഞങ്ങൾ കണ്ണാടിയൊക്കെ നോക്കിയിട്ട് ഒന്ന് സെൽഫ് ഇവാലുവേറ്റ് ചെയ്യും. കാണാൻ തിരക്കേടൊന്നും ഇല്ലല്ലേ, ഞാൻ ഗ്ലാമറായിട്ടില്ലേ? മമ്മി അത്ര പോരെങ്കിലും ഞാൻ ഗ്ലാമറായിട്ടുണ്ട്. എനിവേസ്, ഞങ്ങൾ താഴെ വന്നു. എന്നിട്ട് എൻ്റെ സ്ഥിരമായിട്ട് എൻ്റെ ഒരു കൗച്ചാണിത്. എൻ്റെ ഒരു കംഫർട്ട് കൗച്ചാണ്. ഞാൻ ഇതിലിരുന്നിട്ടാണ് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ്. ഇപ്പം ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് മിൽക്ക് മാത്രമാണ് കുടിക്കാറ്. അതിൻ്റെ ശേഷം ഞാൻ ഇവിടെ കിടന്ന് കുറച്ച് നേരം ചിൽ ചെയ്യും. എനിക്ക് റിലാക്സിങ് ടൈമാണ്. പിന്നെ ഇപ്പം ഞാൻ അല്പം കരഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. കാരണം എനിക്ക് പെട്ടെന്ന് ഉറക്കം വരും. അപ്പോൾ ഞാൻ ഉറക്കം വന്ന് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പം തന്നെ അമ്മ എടുത്തിട്ട് ഇങ്ങനെ ആട്ടി 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 ഉറക്കണം. അതാണ് എൻ്റെ ഒരു ശീലം. എനിക്കങ്ങനെ കിടന്നത്ര സുഖം പിടിച്ചുറങ്ങാറില്ല. എനിക്ക് രാവിലെ ഇങ്ങനെ ആട്ടി 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 വേണം എന്നെ ഉറക്കാൻ. അത് നല്ല ഭംഗിയായിട്ട് അമ്മ ചെയ്യുന്നുണ്ട്. അപ്പം ഞാൻ കുറച്ച് നേരം കിടന്നുറങ്ങട്ടെ കേട്ടോ. ഞാൻ ഉറങ്ങുമ്പോഴേ നല്ല നല്ല സ്വപ്നങ്ങൾ കാണാറുണ്ട്. അതുകൊണ്ട് തന്നെ ഇങ്ങനെ ചെറിയ ചെറിയ ചിരികളൊക്കെ ഞാൻ അറിയാതെ തന്നെ സ്വപ്നം കാണുമ്പോൾ കൊടുക്കാറുമുണ്ട്. നിങ്ങൾ സ്വപ്നം കാണാറുണ്ടോ? ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിലൊന്ന് എഴുതിയേക്കണേ, ഞാൻ വായിച്ചോളാം സമയം കിട്ടുമ്പോൾ. ഓക്കെ, ഇനി ഞാൻ എണീറ്റു. ഇതെൻ്റെ മമ്മിയാണ് കേട്ടോ. മമ്മീനെ നിങ്ങൾ രാവിലെ കണ്ടല്ലോ അല്ലേ? മമ്മി എന്നോട് നല്ലോണം ഇരുന്ന് അങ്ങ് സംസാരിക്കും. അന്ന് രാവിലെ തൊട്ട് നടന്ന കാര്യങ്ങളും പിന്നെ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഓരോ കോമാളിത്തരമൊക്കെ അമ്മ കാണിക്കുന്നുണ്ട്. ഒന്നുമല്ല, എന്നെ ചിരിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. ഞാൻ ചിരിച്ചു കഴിഞ്ഞാൽ അമ്മയ്ക്കും ഡാഡയ്ക്കും പിന്നെ അമ്മമ്മയ്ക്കൊക്കെ സന്തോഷമാണ്. അതുകൊണ്ട് ഞാൻ അവരെന്ത് പറഞ്ഞാലും അങ്ങ് ചിരിച്ചു കൊടുക്കും, പാവങ്ങളല്ലേ എന്ന് വിചാരിച്ചിട്ട്. അപ്പം ഞങ്ങളുടെ കുറച്ച് നേരത്തെ ആ ഒരു സല്ലാപം കഴിഞ്ഞിട്ട് കാണാം കേട്ടോ. അമ്മയോട് കുറച്ച് കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്തതിൻ്റെ ശേഷം ഞാൻ എൻ്റെ കൗച്ചിൽ വീണ്ടും പോയി ഇരുന്നു. ഞാൻ ഇത്ര സീരിയസ് ആയിട്ട് ഇരിക്കുന്നത് വേറൊന്നുമല്ല. ഇനി എൻ്റെ ടൈം ഞാൻ കൊടുത്തിരിക്കുന്നത് കുറച്ച് ആൾക്കാർക്ക് കോൺഫറൻസ് കോളിന് വേണ്ടിയിട്ടാണ്. അതായത് നാട്ടിൽ നിന്ന്, ഇന്ത്യയിൽ നിന്നും എന്നെ
കോൺഫറൻസ് കോളിൽ എന്നും മീറ്റ് ചെയ്യുന്ന കുറച്ച് ആൾക്കാരുണ്ട്. അതായത് എൻ്റെ മുത്തശ്ശൻ, അച്ചമ്മ, വല്യമ്മ, വല്യച്ഛൻ, ഇവരോട് ഞാൻ ഡെയിലി കുറച്ച് നേരം ടൈം സ്പെൻഡ് ചെയ്യാറുണ്ട്. അങ്ങനെ ഇന്ത്യയിൽ എന്തൊക്കെ നടക്കുന്നു, എല്ലാം ഓക്കെ അല്ലേ എന്നൊക്കെ ഞാൻ ഡിസ്കസ് ചെയ്തതിൻ്റെ ശേഷം ഇനി വരുന്ന ടൈം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടൈമാണ്. ആൻഡ് ദാറ്റ് ഈസ് മൈ വർക്കൗട്ട് ടൈം. അതെ, ഞാൻ ടി വിയിൽ ഈ ചേച്ചീനെ നോക്കിയിട്ട് നല്ലോണം ഒരു 30 to 45 മിനിറ്റ്സ് ഡെയിലി വർക്കൗട്ട് ചെയ്യാറുണ്ട്. കണ്ടോ, ഞാൻ എൻ്റെ ലെഗ്സ് ആൻഡ് ഹാൻഡ്സ് ഒക്കെ മൂവ് ചെയ്തിട്ട് നല്ലോണം ബോഡി വർക്കൗട്ട് ചെയ്യാറുണ്ട്. ആൻഡ് ദാറ്റ് ഈസ് വെരി ഗുഡ് ഫോർ യുവർ ഹെൽത്ത്. എല്ലാവരും ഡെയിലി വർക്കൗട്ട് ചെയ്യണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഓക്കേ, എക്സസൈസ് കഴിഞ്ഞാൽ എന്താണെന്നറിയില്ല, ഞാൻ ഭയങ്കരമായിട്ട് ടയേർഡാവും. അപ്പോൾ ഞാനൊരു പവർ നാപ്പ് എടുക്കാറുണ്ട്. ഇനി പവർ നാപ്പ് എടുത്തതിൻ്റെ ശേഷം നമുക്ക് കാണാം. അങ്ങനെ പവർ നാപ്പിൻ്റെ ശേഷം ഞാൻ വളരെ എനർജറ്റിക് ആയിട്ട് ഇതാ വന്നിരിക്കുകയാണ്. ഇനി ഡെയിലി ഒരു റുട്ടീനാണ് എൻ്റെ കുളി. അപ്പം ഞാൻ കുളിക്കാൻ പോവാണ് ഗായ്സ്. കുളീൻ്റെ മുന്നേ ഒരു മസാജിങ് അത് നിർബന്ധമാണ്. അമ്മമ്മ നന്നായിട്ട് മസാജ് ചെയ്യും കേട്ടോ, അതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ആൻഡ് ഈ ഒരു ഓയിൽ, വെർജിൻ കോക്കനട്ട് ഓയിലാണ് എൻ്റെ സ്കിന്നിൻ്റെ രഹസ്യം. ആൻഡ് അതും ഓൾ ദ വേ ഫ്രം ഇന്ത്യയാണ് ഗൈസ്. എല്ലാവരും പറയും എൻ്റെ ചർമ്മം കണ്ടാൽ പ്രായമേ തോന്നില്ല എന്ന്. അതൊക്കെ ഈ ഓയിലും പിന്നെ ഈ ഫേസ് മസാജിൻ്റെ ഒക്കെ ഒരു ഗുണമാണ് കേട്ടോ. ഇനി എന്തായാലും ക്വിക്കായിട്ട് ഒന്ന് കുളിച്ചിട്ട് ഞാൻ വരട്ടെ. എൻ്റെ പ്രൈവസി എനിക്ക് വളരെയധികം മുഖ്യമാണ് ബിഗിലെ. അതുകൊണ്ട് ഞാൻ കുളി സീൻ കാണിക്കുന്നില്ല. ഞാൻ കുളിച്ച് കുട്ടപ്പനായിട്ട് ഇനി കാണാം. ആൻഡ് ദിസ് ഈസ് മൈ ഔട്ട്ഫിറ്റ് ഓഫ് ദ ഡേ. ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഔട്ട്ഫിറ്റാണ് ഇന്ന് ഞാൻ ചൂസ് ചെയ്തിരിക്കുന്നത്. ആൻഡ് എനിക്ക് ഈ ഒരു കുഞ്ഞു പൊട്ട് നെറ്റിയിൽ തൊടുന്നത് വളരെയധികം ഇഷ്ടമാണ്. അതുകൊണ്ട് തന്നെ ഞാൻ എന്നും ഈ ഒരു കുഞ്ഞു പൊട്ട് തൊടാറുണ്ട്. സോ ഐ ആം ഓൾ റെഡി. നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും എനിക്ക് വിശപ്പൊന്നുമില്ലേ, ഞാൻ കഴിക്കുന്നൊന്നും കാണുന്നില്ലല്ലോ എന്ന്. ഗൈസ്, എനിക്ക് പാല് മാത്രമാണ് ഇഷ്ടം. മിൽക്ക് ഈസ് ദ സീക്രട്ട് ഓഫ് മൈ എനർജി. സോ എല്ലാ 2 മണിക്കൂർ കൂടുമ്പോൾ ഞാൻ പാല് കുടിക്കുന്നുണ്ട് ഗൈസ്. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ എനർജറ്റിക് ആയിട്ടിരിക്കുന്നത്. ഇനി എൻ്റെ പ്ലേ ടൈമാണ്. കളിച്ച് 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 ഞാൻ ടയേർഡായി ഗൈസ്. അതുകൊണ്ട് തന്നെ വീണ്ടും കുറച്ച് നേരം ഉറങ്ങി കഴിഞ്ഞിട്ട് കാണാം. ഇപ്പം സമയം ഏകദേശം ഒരു 7 o'clock ആയിട്ടോ. ഞാൻ ഉറക്കം എണീറ്റ് പാലൊക്കെ കുടിച്ച് ഇങ്ങനെ പപ്പ വരുന്നത് കാത്തിരിക്കുക കേട്ടോ. അപ്പോൾ പപ്പ വന്നിട്ട് കണ്ടാലോ. ഡാഡി വന്നു. ഞാൻ ഡാഡീനെ എന്ത് വിളിക്കണമെന്ന് ഇതുവരെ തീരുമാനിച്ചില്ല. പപ്പാന്ന് വിളിക്കണോ, ഡാഡിന്ന് വിളിക്കണോ, അതോ അച്ചാന്ന് വിളിക്കണോ എന്ന് ഞാൻ തീരുമാനിച്ചിട്ടില്ല. എന്തായാലും കുറച്ച് കഴിയുമ്പോഴേക്കും ഞാൻ അതിനൊരു തീരുമാനമാക്കും. അങ്ങനെ കളിച്ചും ചിരിച്ചും ഒക്കെയാണ് എൻ്റെ ഒരു ദിവസം തീരുന്നത്. ഇപ്പോൾ ഏകദേശം സമയം 9-9:30 ആയിട്ടുണ്ട്. ഞാൻ മമ്മി ഡാഡിനോട് പറഞ്ഞിട്ടുണ്ട് എനിക്കൊരു 10 o'clock ആകുമ്പോഴേക്കും ഉറങ്ങണമെന്ന്. അവരെല്ലാവരും ഡിന്നർ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ശേഷം ഞങ്ങളെല്ലാവരും മേലെ പോയിട്ട് കിടന്നുറങ്ങും. നിങ്ങൾക്ക് എൻ്റെ ഡേ ഇഷ്ടപ്പെട്ടോ? എനിക്ക് ഇന്ന് ഭയങ്കര ഇഷ്ടപ്പെട്ടു. നിങ്ങളോട് സംസാരിച്ചിട്ടും എൻ്റെ ഡേ നിങ്ങളായിട്ട് ഷെയർ ചെയ്തതിൽ ഒത്തിരി സന്തോഷമുണ്ട്. അപ്പോൾ മമ്മി പറയുന്ന പോലെ തന്നെ ഇഫ് യു ലൈക്ക് ദിസ് വീഡിയോ ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. ഞാൻ നന്നായിട്ട് കിടന്നുറങ്ങട്ടെ. ഓക്കെ, ബൈ.